ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, എപ്പോഴും ഫാമിലിയുടെ കൂടെയൊക്കെയാണല്ലോ കറക്കവും കാര്യങ്ങളുമൊക്കെ, ഫുൾ ടൈം ജോലി മൂഡാണല്ലോ എന്നൊക്കെ. ഓരോ ആൾക്കാരുടെ അപ്ബ്രിങ്ങിങ് ആയിരിക്കാം അതിനൊക്കെ കാര്യം മറ്റൊന്നുമല്ല. ചെറുപ്പം മുതലേ എന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ എങ്ങും വിടാറില്ലായിരുന്നു. ലൈക്ക് 12th സ്റ്റാൻഡേർഡ് വരെ ഞാൻ എങ്ങും പോകാറില്ല. ഒന്നോ രണ്ടോ ഫ്രണ്ട്സ് അത്യാവശ്യക്കാർ വീട്ടിലോട്ട് വരുമെന്നല്ലാണ്ട് ഞാൻ എങ്ങോട്ടും പോകുന്നത് വളരെ വളരെ വിരളമായ കാര്യമായിരുന്നു. ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു സിനിമയ്ക്ക് ആദ്യമായിട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നു അങ്കമാലി ഡയറീസിനാണ് 12th ശേഷം. വീട്ടിൽ ചോദിക്കുമ്പോൾ അച്ഛനും അമ്മയും പറയും, നിന്നെ എല്ലാ സിനിമയും വൈകുന്നേരം ഫസ്റ്റ് ഡേ ഇറങ്ങുമ്പോൾ തന്നെ കാണാൻ കൊണ്ടുപോകുന്നുണ്ടല്ലോ, പിന്നെന്തിനാ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നതെന്നുള്ളത്. അതങ്ങനെ. ഡിഗ്രി കാലഘട്ടത്തിലായിരുന്നു എൻ്റെ സോഷ്യലൈസിങ് സ്കിൽ എനിക്ക് മനസ്സിലായത്. ഒരു 7ാം ക്ലാസ്സിന് മുമ്പ് വരെയൊക്കെ എല്ലാ പരിപാടിക്കും സെൻറ്ററിൽ പോയി നിൽക്കണം, സെൻറ്ററിൽ തന്നെ നിൽക്കൂ എന്നൊക്കെ ഉള്ളൊരു വാശിക്കാരനായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അങ്ങ് ഒതുങ്ങിയതാണ്. പിന്നെ ഡിഗ്രി പഠിക്കുമ്പോഴും മാസ്റ്റേഴ്സ് പഠിക്കുന്ന സമയമൊക്കെ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, പല പല ടെറൈൻ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കിട്ടിയത് കോളേജ് കാലഘട്ടത്തിൽ നിന്ന് തന്നെയാണ്. വീട്ടിൽ നിന്ന് മാറി നിന്ന് പഠിക്കുമ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിക്കും. എന്താണ് ലൈഫ്, എങ്ങനെയൊക്കെ ജീവിക്കാം, എങ്ങനെയൊക്കെ ജീവിക്കാതിരിക്കാം, പല പല ആൾക്കാരെ പറ്റി പഠിക്കാം. അപ്പോൾ ഇതിനെല്ലാം സഹായിച്ചത് ഒബ്വിയസ്ലി എൻ്റെ കോളേജ് കാലഘട്ടം തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നല്ല നല്ല കോളേജുകൾ, കേരളത്തിൻ്റെ പുറത്തുള്ള ഇന്ത്യക്കകത്തുള്ള നല്ല നല്ല കോളേജസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, നമുക്കെല്ലാം ശരിയാക്കി തരാം. യു നെയിം ഇറ്റ്, ഐ വിൽ ഗെറ്റ് ഇറ്റ് ഫോർ യു. ഏത് കോളേജ് ആണെങ്കിലും, യെസ്, ഇന്ത്യയുടെ പുറത്താണെങ്കിലും നമുക്ക് ശരിയാക്കാം, പറഞ്ഞാൽ മതി. നമ്മൾ നെയ്യും വസന്തം മായരുതെങ്ങും. ഞാനും കുഞ്ഞും അപ്പൂപ്പനൊക്കെ കൂടെ രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. നാട്ടിലോട്ട് പോവാണ്, മാവേലിക്കരയിലോട്ട് പോവാണ്. പോകുന്ന വഴി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ദൃശ്യമാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ മാസത്തെ ഒരു തവണ മസ്റ്റായിട്ട് നമ്മുടെ നാട്ടിലോട്ട് വരും. നമ്മുടെ വീടൊക്കെ ഒന്ന് ഓപ്പണാക്കി ഒന്ന് വൃത്തിയൊക്കെ ആക്കി, പിന്നെ അപ്പൂപ്പന് കുറച്ച് ആവശ്യങ്ങളൊക്കെ കാണും, അല്ലറ ചില്ലറ. അപ്പം അതിനും കൂടെയൊക്കെ ആയിട്ടാണ് നാട്ടിലോട്ട് വരുന്നത്. മന്ത്ലി 1 വിസിറ്റ് അത് മസ്റ്റാണ്. ഞാൻ കളിച്ച് വളർന്ന സ്ഥലം ഇതാണ്. എൻ്റെ 13 വയസ്സ് വരെ ഞാൻ ഇവിടെ ആയിരുന്നു. നാട്ടുമ്പുറത്തിൻ്റെ പച്ചപ്പും ഹരിതാപവും എല്ലാം ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഒരു സിറ്റി ലൈഫ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ചങ്ങോട്ട് മാറിയാൽ തിരുവല്ലയും കോട്ടയവും ഒന്നും വേണ്ട, മാവേലിക്കര കാര്യങ്ങളും തന്നെ ഇപ്പം ഓൾമോസ്റ്റ് ഒരു സിറ്റി വൈബൊക്കെയാണ്. പണ്ട് എപ്പോഴും ലൈവ്ലി ആയിട്ടുള്ളൊരു വീടായിരുന്നു ഇത്. ഇപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ വിഷമമുണ്ട്, ബട്ട് ദാറ്റ്സ് ലൈഫ്. എൻ്റെ വീട്, യെസ്. നമ്മളിപ്പോൾ മാവേലിക്കര എത്തി. മാവേലിക്കര ചെട്ടുകുളങ്ങര ഭഗവതിപ്പടി എന്ന് പറയും. മാവേലിക്കരയാണോ എന്ന് ചോദിച്ചാൽ മാവേലിക്കരയാണ്, പക്ഷേ കായംകുളമാണോ എന്ന് ചോദിച്ചാൽ കായംകുളമാണ്. രണ്ടും നമുക്ക് ഇക്വിഡിസ്റ്റൻ്റ് അല്ല. കായംകുളം 5 കിലോമീറ്റർ, അത് മാവേലിക്കര 8 കിലോമീറ്റർ ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു സെൻറ്ററിലാണ് ഭഗവതിപ്പടി എന്ന് പറഞ്ഞ ജംഗ്ഷൻ. ഇവിടെയാണ് നമ്മുടെ ഈരിക്കൽ കളത്തിൽ വീട്. ഞാൻ ജനിച്ചതും വളർന്നതും 8ാം ക്ലാസ് വരെയൊക്കെ ഇവിടെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ട്രിവാൻഡ്രത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. അച്ഛനും അമ്മയ്ക്കും അങ്ങോട്ട് ഒരു വീട് വെച്ച് അങ്ങോട്ടും കൂടെ മാറണമെന്നൊരു ആഗ്രഹം, അങ്ങനെ അങ്ങോട്ട് മാറിയതാണ്. ഞങ്ങളിവിടെ മാസത്തിൽ 1-2 തവണ ഇവിടെ വന്ന് വീടൊക്കെ തുറന്ന് വൃത്തിയാക്കി ഒരാളെ വിളിക്കും, അവർ വൃത്തിയാക്കി നമ്മൾ പോച്ചയും കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാം ചെയ്യാൻ വേണ്ടി ആൾക്കാരെയും വിളിച്ച്, നമുക്ക് ഇഷ്ടംപോലെ തെങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തേങ്ങ ഇടാനും ആളെ വിളിക്കും. അപ്പോൾ പുള്ളി ഓൺ ഡിമാൻഡാണ്. ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന് വരത്തില്ലെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ കയറേണ്ട ഒരു അവസ്ഥയായി. അപ്പോൾ ഇതാണ് എന്താ പറയുകയാണെങ്കിൽ ഓർമ്മകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ എനിക്ക് വാക്കുകൾ കിട്ടുന്നുണ്ട്. ഇവിടാണ് നമുക്ക് പശുക്കളൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. അപ്പം പശുക്കളെയൊക്കെ നമ്മൾ ഇരുത്തിനകത്തായിരുന്നു. പിന്നെ അതിനകത്ത് ഇപ്പോൾ കുറേ കാര്യങ്ങളും സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എപ്പോഴും തുറക്കാറില്ല. വീടിന് ഐശ്വര്യമായിരുന്നു പണ്ട് പശുക്കൾ എന്ന് പറയുന്നത്. ഇപ്പോൾ എന്തായാലും ഇല്ല. യെസ്. പിന്നെ ബാക്കിലോട്ട് കുറേ മാവും പ്ലാവും മരങ്ങളും ഒക്കെയാണ്. അവിടെ മൊത്തം കാട് കയറി കിടക്കുകയാണ്. നമുക്ക് ബാക്കിലോട്ട് അധികം പോകണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാൻ, പ്രശ്നമില്ല. ഉണ്ടോ? എന്തോ കുഞ്ഞു? മഴ പെയ്തിട്ടുണ്ടല്ലേ? പോച്ചയൊക്കെ ഞങ്ങൾ 1.5 മാസം മുമ്പ് എല്ലാം വൃത്തിയാക്കിയതാണ്. വീണ്ടും പെട്ടെന്നാണ് ഇവിടെ പോച്ച കളിക്കുന്നത്. ഈ മണ്ണിൻ്റെ പ്രത്യേകത ആയിരിക്കാം, പെട്ടെന്ന് പോച്ച കളിക്കും. ഉണ്ടോ? പിന്നെ ബാക്കിലോട്ട് ഇത് അങ്ങ് വരെ ഉണ്ട്. ഇപ്പം 8ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പോയത്. കുഞ്ഞുലക്ഷ്മിക്ക് അപ്പോൾ ഒരു 3 വയസ്സേ ഉള്ളൂ നമ്മൾ ട്രിവാൻഡ്രത്തോട്ട് മാറുമ്പോൾ, അല്ലേ? 3 വയസ്സുണ്ട്. ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോഴായിരുന്നു ജനിച്ചത്. ഇവിടെ നിന്ന് 3 വയസ്സുള്ളപ്പോൾ കുഞ്ഞുലക്ഷ്മി വരുന്നത്. കുഞ്ഞുലക്ഷ്മിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളുമായിട്ടുള്ള ഓർമ്മകൾ വളരെ കുറവാണ്. വരുന്ന വഴി അവൾ പറഞ്ഞു, നമ്മൾ പോയ റെസ്റ്റോറൻറ്റ്സിൻ്റെ കാര്യങ്ങളോ അവൾക്ക് ഓർമ്മയുള്ള കാര്യങ്ങളോ ഒക്കെ പറഞ്ഞു. എന്തായാലും വെള്ളം പോലും മോട്ടർ ഓവർഫ്ലോ ആയതാണ്. ഇവിടുത്തെ വെള്ളം ഭയങ്കര നല്ലതായിട്ട്, നല്ല തണുപ്പും ഫ്രഷും. കിണറ്റിൽ നിന്ന് വരുന്ന വെള്ളമായിട്ട് കുളിക്കാനും ഒക്കെ നല്ല സുഖമാണ്. കുളിക്കേണ്ടവർക്ക് നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും
ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് അപ്പൂപ്പനെ കൊണ്ട് കുറച്ച് സ്ഥലങ്ങളിൽ പോകണം. അപ്പൂപ്പൻ്റെ ബാങ്കിങ് കാര്യങ്ങളും അപ്പൂപ്പൻ്റെ കുറച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. അപ്പോൾ അപ്പൂപ്പൻ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പം ഞാനുള്ളപ്പോൾ ഞാൻ കൊണ്ടുവരും. അതല്ല എന്നുണ്ടെങ്കിൽ അച്ഛൻ വരും, അല്ലെങ്കിൽ അപ്പൂപ്പൻ ട്രെയിനിൽ വരും. അപ്പൂപ്പൻ ഡ്രൈവ് ചെയ്യും. പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഞാനൊക്കെ ഉള്ളതുകൊണ്ട് അപ്പൂപ്പൻ ഇച്ചിരി മടിച്ചിരിക്കുകയെന്നേ ഉള്ളൂ. അങ്ങനെ. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ ഞാൻ വീടിനകത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നിങ്ങൾ കാണേണ്ട കുറച്ച് ഒരു ഹോം ടൂർ കാണിച്ചു തരാം. പൊടിയൊക്കെ പിടിച്ച് കിടക്കുകയായിരിക്കും. ഞാൻ പറഞ്ഞില്ല, സ്ഥിരതാമസം ഇല്ലാത്തതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കാണും. പക്ഷേ എന്തായാലും ഉള്ള രീതിയിൽ നമുക്ക് ഞാൻ കാണിച്ചു തരാം. യെസ്, എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടം ഈ കയറി വരുമ്പോഴുള്ള ഈ ഡോറാണ്. ഇത് ചെയ്തിരിക്കുന്നത് അല്ലേ കുഞ്ഞു? ഇത് ഭയങ്കര ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പാണ്. നമുക്ക് ടോട്ടൽ എനിക്ക് തോന്നുന്നു 6 മുറിയാണ് ഇവിടെ ഉള്ളത്. റൂംസ് മാത്രമായിട്ട് എല്ലാം പൂട്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ ബാക്കിലോട്ട് നമ്മൾ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഓരോ തലമുറകളുമാണ് പേരായിട്ട് അവിടെ ഇരിക്കുന്നത്. വല്യപ്പൂപ്പനും വല്യമ്മയും, വല്യപ്പൂപ്പൻ്റെ അച്ഛനും അമ്മയും, അതായത് വല്യപ്പൂപ്പൻ്റെ അമ്മയും, പിന്നെ എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയും, അങ്ങനെ എല്ലാവരും ഈ ഷെൽഫിലുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഊട്ടിയിൽ പോയപ്പോൾ എടുത്തൊരു ഫോട്ടോയാണ് ഈ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതെൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കല്യാണ ഫോട്ടോയാണ്. പിന്നെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും ഫോട്ടോ ഉണ്ട്. പിന്നെ അപ്പച്ചിയുടെ മക്കൾ, എൻ്റെ ഫസ്റ്റ് കസിൻസും, പിന്നെ കുഞ്ഞുവിൻ്റെയും എൻ്റെയും. ആ പച്ച ടീഷർട്ട് ഇരിക്കുന്നത് ഞാൻ കേട്ടോ, മറ്റേത് അപ്പച്ചിയുടെ കല്യാണം. പിന്നെ നടരാജ വിഗ്രഹം. അങ്ങനെ ഇവിടെ എപ്പോഴും അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു മുകളിൽ വുഡൊക്കെ ആയതുകൊണ്ടായിരിക്കാം. ഇപ്പോഴത്തെ പോലെ ഞങ്ങൾ ഇവിടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് വളരെ കുറവായിരുന്നു. എല്ലാവരും കൂടെ ഉള്ളപ്പോൾ, കസിൻസും അങ്ങനെ എല്ലാവരും കൂടെ ഉള്ളപ്പോഴാണ് കൂടുതലും ഡൈനിങ് ടേബിൾ വരുന്നത്. അല്ലെങ്കിൽ ടി വിയുടെ മുമ്പിലാണ് ഫുഡ്. ഇത് പൂജാമുറിയാണ്, അടച്ചിട്ടിരിക്കുകയാണ്. എൻ്റെ വല്യപ്പൂപ്പൻ്റെ അച്ഛനും വല്യപ്പൂപ്പനും ഒക്കെ കൂടെ ചേർന്നാണ് ഈ വീട് സെറ്റാക്കിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 4-5 ജനറേഷനോളം ആൾക്കാർ ഈ വീട്ടിൽ നിന്നിട്ടുണ്ട്. പണ്ടത്തെ ഒരു ബിസിനസ് ഫാമിലി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ തിരക്കുകളും ഒക്കെ ഉള്ളൊരു വീടായിരുന്നേ. ഹലോ ഗൈസ്, സോ ഒരു ഉറക്കമൊക്കെ പാസ് ചെയ്തിട്ട് ഞാനും കുഞ്ഞും അപ്പനും കൂടെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പുറത്തു പോകണം. ഇവിടെ ഇപ്പോൾ ഒരു ദിവസത്തേക്ക് വരുന്നതുകൊണ്ട് നമ്മൾ ലഞ്ചൊന്നും വെക്കത്തില്ല. അപ്പം നമ്മളിപ്പോൾ മാവേലിക്കര അപ്പനൊന്നും ട്രഷറി പോകണം. അപ്പോൾ അതുകൊണ്ട് അത് 2 മണിക്കാണ്. ഇപ്പം മണി 12:30 അപ്പം നമ്മൾ ആലോചിക്കുന്നത് എവിടെയെങ്കിലും നല്ല ലഞ്ച് കഴിച്ചിട്ട് നമുക്ക് ട്രഷറി പോയി അപ്പൻ്റെ കാര്യം സാധിച്ച് തിരിച്ച് വന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തിരിച്ച് തിരുവനന്തപുരത്തോട്ട് പോകാമെന്നുള്ളൊരു പ്ലാനാണ്. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. രാവിലെ ഞാനൊരു കണ്ടല്ലോ, നിങ്ങളൊരു സിംഗിൾ മീറ്റ് മാത്രമേ കഴിച്ചുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വിശപ്പുണ്ട്. കുഞ്ഞലക്ഷ്മിക്ക് പിന്നെ കുഴപ്പമില്ല. കുഞ്ഞലക്ഷ്മിക്ക് 2 വടയും 4 ഇഡ്ഡലി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രശ്നമില്ല. പക്ഷേ എനിക്ക് പ്രശ്നമാണ്. അവൾ ഉച്ചയ്ക്ക് ഡയറ്റായിട്ട് ബട്ടർ ചിക്കനും ബട്ടർ നാനും വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. കുഞ്ഞു പോവാം. ഞങ്ങളിപ്പോൾ വന്ന ട്രാവൻകൂർ റീജൻസി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൻ്റെ ബാക്കിലെ സ്ഥലമാണിത്. ഇതൊക്കെ പാടമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കാർ പാർക്കിംഗ് ആണ്. ഇപ്പുറത്തൊരു വലിയ വീടുണ്ട്. എനിക്ക് തോന്നുന്നു ഓണറിൻ്റെ ആണെന്ന് തോന്നുന്നു. പണ്ട് സ്ഥിരം വരുന്നതായിരുന്നു. ഇപ്പോൾ റെനോവേറ്റ് ഒക്കെ ചെയ്തു. പണ്ടൊക്കെ എപ്പോഴും ഇവിടെ വരുന്നതായിരുന്നു. ഇപ്പോൾ ഇത് മൊത്തം മാറ്റി. കണ്ടിട്ട് തന്നെ മനസ്സിലാവുന്നില്ല. കുഞ്ഞലക്ഷ്മി അപ്പൂപ്പനും അച്ഛനും അമ്മയൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് വന്നായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ബാംഗ്ലൂർ എന്തോ ആയിരുന്നു. എന്തായാലും ലഞ്ച് കഴിക്കാം. അവിടെയൊക്കെ വയലാണെന്ന് തോന്നുന്നു. ഞങ്ങളങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തു. അധികം നോക്കേണ്ടി വന്നില്ല. കുഞ്ഞ് ചപ്പാത്തി, ഞാൻ പൊറോട്ട, ചെട്ടിനാട് ചിക്കൻ കറി പറഞ്ഞു. പിന്നെ അപ്പൂപ്പൻ മീൽസ് പറഞ്ഞു. പിന്നെ ഒരു കരിമീൻ പൊള്ളിച്ചത് പറഞ്ഞു. പൊള്ളിച്ചതല്ല, കരിമീൻ മസാല അല്ലേ, കരിമീൻ മസാല പറഞ്ഞു. അപ്പോൾ എന്തായാലും വെയിറ്റിംഗ് ആണ്. നല്ല വിശപ്പുണ്ട്. ഇത് പഴയ സെറ്റപ്പേ അല്ല. ഈ വഴി വരുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല. പണ്ടിങ്ങനൊന്നും അല്ലായിരുന്നു ഇതിനകം. ഇപ്പം ഭയങ്കര കിടിലമാക്കിയിട്ടുണ്ട്. അടിപൊളി. ഒരു ഫാമിലി റെസ്റ്റോറൻറ്റ് മാവേലിക്കരയ്ക്ക് മിസ്സിങ് ആയിരുന്നു നല്ല രീതിയിലുള്ളത്. ഇപ്പോൾ അത് വന്നിട്ടുണ്ട്. ഇത് വന്നിട്ട് എത്ര നാളായെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഇവിടെയുള്ള ഫ്രണ്ട്സ് പറഞ്ഞത് കുറച്ച് നാളായുള്ളതെന്നാണ്. അപ്പോൾ ഇത് കൊള്ളാമല്ലേ. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും ഇത് ആദി കണ്ടോ. ഇത് ദേവയുടെ അമ്മ അച്ഛനും കൂടെ തന്നതാണ് ബർത്ത്ഡേക്ക്. വ്യത്യസ്തത വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ പൊറോട്ടയാണ് പറഞ്ഞത്. ചിക്കൻ ചെട്ടിനാട്, കുഞ്ഞു ചപ്പാത്തി, അപ്പൂപ്പൻ മീൽസ്, പിന്നെ ഒരു കരിമീൻ മസാല പറഞ്ഞു. എനിക്ക് കരിമീൻ കഴിച്ചിട്ട് കുറച്ചായി. നമ്മുടെ വീട്ടിലെപ്പോഴും നെയ്മീനാണ്. അപ്പം കരിമീൻ കഴിച്ചിട്ട് കുറച്ചായതുകൊണ്ട് കരിമീൻ ഓർഡർ ചെയ്തു, കരിമീൻ മസാല. അപ്പോൾ യെസ്. ഹായ് കുഞ്ഞു. അപ്പോൾ ഞങ്ങൾ അപ്പൂപ്പൻ്റെ ട്രഷറി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും കുഞ്ഞും കൂടെ ഇവിടെ കാറിൽ ഇരിക്കുകയാണ്. കുഞ്ഞു നോക്കൂ, ഇങ്ങോട്ട് വരൂ.
ഇങ്ങോട്ട് വരൂ. നോ താങ്ക്സ്. അപ്പൂപ്പൻ എന്താ ഒരു ലോട്ടറി എടുക്കാൻ പോയി. ലോട്ടറി ടിക്കറ്റുകൾ എടുക്കുന്നത് വളരെ നല്ലൊരു ശീലമാണ് അല്ലേ കുഞ്ഞു? അതെ. എന്തായാലും ഇനി വീട്ടിലോട്ട്. നല്ല കരിക്കാണെങ്കിൽ രണ്ടുണ്ട് ഗുണം. ഒന്ന്, നല്ല ജ്യൂസ് കുടിക്കാം, ദാഹം മാറും, നാച്ചുറലാണ്. രണ്ട്, അതിനകത്തെ ആ സംഭവം ഉണ്ടല്ലോ, കരിക്ക്, ഫ്രഷ് കരിക്ക്, അതിനെന്തൊരു ടേസ്റ്റാണ്, വിശപ്പും കുറയും. അപ്പം കരിക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു. അന്ന് ഈവനിങ് തന്നെ ട്രിവാൻഡ്രത്തോട്ടുള്ള യാത്ര തിരിച്ചു. പോകുന്ന വഴി ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഒതുക്കിയിട്ടു. നമ്മൾ റിസ്ക് എടുത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ ദിവസം. നടക്കുന്നേ, എൻ്റെ സ്വപ്നവും തൻ്റെ സ്വപ്നം ഒക്കെ നടക്കും.